ബ്രോ ശിവ ബ്രോ നല്ല വർത്താനടാ. എന്താടാ വീട്ടിൽ കുറെ ഞാൻ പോരുമ്പോ കുറെ ആൾക്കാരും കുറെ ചെങ്ങലിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നിന്റെ കുടുംബക്കാരും ഉണ്ട്, മൂത്തവരൊക്കെ ഉണ്ടല്ലോ, കാരണന്മാരൊക്കെ. വീട്ടില് സ്ഥലം ഒരേക്കടാ. അച്ഛന്റെ സ്ഥലം. അച്ഛന്റെ സ്ഥലം. അച്ഛനെവിടെ ഈ മാത്രം സ്ഥലം? ആകെ 20 സെന്റ് സ്ഥലമുണ്ട്. അതോ 20 ഇല്ലല്ലേ, 10 സെന്റോ? അത് ആ വീടിന്റെ ചുറ്റുമുള്ള 10-11 ഏക്കർ ഉണ്ടല്ലോ, ആ സ്ഥലം. 10-25 വർഷത്തെ ഞാൻ പോയി വാങ്ങിയതാ അത്. 10-25 വർഷം ഞാൻ പ്രവാസത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതാ. ഞാനെല്ലാം വാങ്ങിയത് അച്ഛൻ്റെ പേരില, സ്ഥലം മുഴുവൻ. അച്ഛനുണ്ടാകുമ്പോൾ അച്ഛൻ്റെ പേരിലല്ലടാ വാങ്ങുക. അന്ന് അതിപ്പോൾ അനിയന്മാർ അച്ഛൻ മരിച്ചില്ലേ, അപ്പോൾ അനിയന്മാർ കാരണന്മാരെയും പള്ളി കമ്മിറ്റിക്കാരെയും ഇവരെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ട്. രേഖയിൽ സ്ഥലം മുഴുവൻ അച്ഛൻ്റെ പേരിലല്ലേ. എൻ്റെ ജീവിതവും എൻ്റെ അധ്വാനവും എൻ്റെ 10-25 വർഷത്തെ പ്രവാസം ഒന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രേഖയാണല്ലോ എന്ന് ഇവിടെ തെളിവ്. ആ രേഖയിൽ അച്ഛൻ്റെ പേരില്ല. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ അനിയന്മാർ അവരൊന്നും ഭക്ഷണം എന്താണെന്ന് കഴിച്ചിട്ടില്ലായിരുന്നു. നല്ലൊരു ഭക്ഷണം കൊതിച്ചിരുന്നു അവരൊക്കെ. എന്നാൽ അവരൊക്കെ നല്ല നിലയിലെത്തി. അവരൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു കര പിടിച്ച് കയറ്റി. എൻ്റെ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു, അവരെ മക്കളെ കെട്ടിക്കാൻ കൂടി കൊടുത്തു, അവർക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത്. എനിക്കിപ്പോൾ 40-45 വയസ്സായി, ഒന്നിനും വയ്യാതായി. എൻ്റെ ആശ്രയമായിരുന്നു ആ സ്ഥലം. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുമെന്ന് കരുതിയിട്ടില്ലല്ലോ. ഞാൻ നാട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ ഒപ്പം ജീവിക്കുകയും അതിലെന്തെങ്കിലും ഒരു വരുമാനമാക്കുമ്പോൾ ചെയ്യുകയൊക്കെ ചെയ്യണം കരുതി. പെട്ടെന്നല്ലടാ അച്ഛൻ മരിച്ചത്. എൻ്റെ അച്ഛൻ്റെയിലാറെ വലുതല്ലടാ എനിക്ക് മുതലൊന്നും. അച്ഛൻ പോയില്ലേ. നീ ഒരു പൊട്ടനാടാ. നീ 10-25 വർഷം പ്രവാസത്ത് നിന്നുകൊണ്ട് വാങ്ങിക്കൂട്ടിയത് മുഴുവൻ. സ്ഥലം വാങ്ങി, നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു, നിന്റെ അനിയന്മാരെ അവരെ വേണ്ട വിദ്യാഭ്യാസം നൽകി, അവർ വേണ്ട നിലയിലെത്തിച്ചു. എൻ്റെ വീട്ടിൽ നീ പോകുന്നതിന് മുമ്പുള്ള അവസ്ഥ എനിക്കറിയാം. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലായിരുന്നു, ഉടുതുണിക്കും മറുതുണി ഇല്ലായിരുന്നു. ഇന്ന് നിന്റെ വീട് ഈ നാട്ടിലെ ഏറ്റവും നല്ല സാമ്പത്തികമുള്ളൊരു നിലയിലേക്ക് എത്തിച്ചത് നീയാ. നിന്റെ അനിയന്മാരെയൊക്കെ വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ട വീടുകളായി, അവർക്ക് വേണ്ട സാമ്പത്തിക നിലയിലൊക്കെ ആയി അല്ലേ. നിനക്കെന്താ ഉള്ളത്? നീ 18-ാം വയസ്സിൽ പ്രവാസ ലോകത്ത് പോയിട്ട് വാങ്ങിക്കൂട്ടിയത് മുഴുവൻ. അവിടുന്ന് സ്ഥലം, നിന്റെ ബാധ്യതയും പ്രശ്നങ്ങളും എല്ലാം തീർന്നിട്ട് അച്ഛൻ്റെ പേരിൽ അല്ലേ. അച്ഛൻ പറയും അവിടെ സ്ഥലമുണ്ട്, നിൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അയക്ക്. നീ അയച്ചു കൊടുക്കും. എന്നിട്ട് അച്ഛൻ പറയും നിന്റെ പേർക്ക് വാങ്ങാല, നിന്റെ ഭാര്യയുടെ പേർക്ക് വാങ്ങാന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നൊരു മറുപടി ഇല്ലേ, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ പേരിൽ എഴുതിയാൽ മതി. ഇപ്പം എന്തായി? അച്ഛൻ മരിച്ചു, മുതലിന് അവകാശികൾ വന്നു. നിന്റെ സാമ്പത്തികം കൊണ്ട്, നിന്റെ വിയർപ്പ് കൊണ്ട്, നിന്റെ ജോലി കൊണ്ട് വാങ്ങിയ, നിന്റെ അധ്വാനം കൊണ്ട് വാങ്ങിയ, നിന്റെ 10-25 വർഷത്തെ പ്രവാസം കൊണ്ട് വാങ്ങിയതിന് അവകാശികൾ നിന്റെ അനിയന്മാരും നിന്റെ പെങ്ങന്മാരും, നീ കാരണം ജീവിതമുണ്ടായ നിന്റെ പെങ്ങന്മാരും നിന്റെ അനിയന്മാരും ഒക്കെ. അവിടുന്ന് പോകുമ്പോൾ എൻ്റെ അനിയന്മാർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ, എൻ്റെ വീടൊക്കെ ചോർന്നൊലിച്ച് 10 മക്കളും അച്ഛൻ ജോലി ചെയ്താലൊന്നും ഒന്നും ഉണ്ടാവാറില്ല.
ചിലപ്പോൾ ചോറുണ്ടാവും, ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവും. എൻ്റെ അച്ഛൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടടാ. അച്ഛന് കഴിയൂലാന്ന് തോന്നിയ അന്ന് മുതൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ നിർത്തി. 16-ാം വയസ്സിൽ കര കയറിയതാണ് പ്രവാസത്തേക്ക്. എൻ്റെ അനിയന്മാരെൻ്റെ മക്കളായിരുന്നടാ. അവരാണിന്ന് എൻ്റെ സ്ഥലത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പെങ്ങന്മാരും എൻ്റെ അനിയന്മാരൊക്കെ എൻ്റെ മക്കള്. അവരുടെ പേരൊന്നും എനിക്കറിയില്ല എന്നടാ. ഞാനെല്ലാവരെയും പൊന്നെ മുത്ത്, അവരൊക്കെ എൻ്റെ പണവും എൻ്റെ സാമ്പത്തികവും മതിയായിരുന്നടാ. എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ ജീവിച്ചിട്ടില്ല. എന്നിട്ട് നീ എന്തേ അവിടുന്ന് പോന്ന്? നിനക്കതൊന്നും കാണാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങൾ പ്രവാസികൾ പൊട്ടന്മാരാ. നിങ്ങൾ തൈരും കുബൂസും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ 10-25 വർഷം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വിടും. അത് കണ്ട് മറ്റുള്ള നാട്ടിലുള്ളവർക്ക് വലിയ ടെൻഷൻ കയറും. ഞങ്ങളുടെ ജീവിതം തകർന്നു പോയി, ജീവിതം ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ വിടുമ്പോൾ ഇവിടെ നാട്ടിലുള്ളവരതൊന്നും കണ്ടൊന്നും സങ്കടപ്പെടുന്നതൊന്നുമില്ല. നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ശിവ, നിനക്കൊക്കെ പറ്റിയതാണ്. 40-45 വയസ്സായല്ലോ നിനക്ക്. ഇനി നിനക്ക് ജോലി ചെയ്യാൻ കഴിയുമോ? 10, 13, 14 മണിക്കൂർ അവിടെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് 10-25 വർഷം നിന്ന് ജോലി ചെയ്തിട്ട് നീ ഇനി 25 വർഷം കഴിഞ്ഞിട്ട് ഇനിയും ജോലിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ? ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഈ പ്രവാസികളുടെ പ്രശ്നം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കരുതി വെക്കില്ല. കുടുംബം 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 എന്നിട്ട് എങ്ങനും വയ്യാതെ മൂലക്കലിരിക്കുമ്പോഴോ കുടുംബം കൊണ്ടെങ്ങാണ്ട് മൂലക്ക് കണത്താറുകളും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള അനിയന്മാർ ഉള്ള മുതലിന് വാശി പിടിച്ച് അധികാരികളെ കൂട്ടി കാരണവന്മാരെ കൂട്ടിയൊക്കെ വന്ന് ഉള്ളത് പിടിച്ചു വാങ്ങുകയും ചെയ്യും. പൊട്ടന്മാരാണ് നിങ്ങൾ പ്രവാസികൾ. അവനവന് വേണ്ടിയിട്ട് ഒരു സ്വല്പം പോലും ജീവിക്കാത്തവർ. ഒന്ന് രോഗം വന്നാലൊന്ന് ഹോസ്പിറ്റലിൽ പോകാത്തവർ. പനഡോളും വേദന ഗുളികകളൊക്കെ കുടിച്ച് ഹോസ്പിറ്റലിൽ പോകാതെ, നല്ല നിലയിൽ ഭക്ഷണം കഴിക്കാതെ, നാളേക്ക് വേണ്ടി ഒന്നും സേവ് ചെയ്തു വെക്കാത്ത വിഡ്ഢികളായ പ്രവാസികൾ. ഞങ്ങൾ പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞ് സോങ് ഇട്ടിട്ട് അതൊന്നും കേട്ട് ആരും ഇവിടെ ടെൻഷൻ അടിക്കണില്ല. എന്തായാലും ശിവ, ഒക്കെ ശരിയാവും. നിന്റെ അനിയന്മാർ നിന്റെ മുതൽ കൊണ്ട് കഴിച്ചിലാട്ടെ. അല്ല അതെന്താ പറയാ? നീ പേടിക്കണ്ടടാ, നമ്മളൊക്കെ അവിടെ അല്ലേ.